അദ്ദേഹത്തിനുണ്ടായിരുന്ന പോലെ ഒരു നീണ്ട നിര അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അങ്ങനത്തെ സന്ദർഭം വീട്ടിൽ രാവിലെ ഉണ്ടോ? പുതുപ്പള്ളിയിലുണ്ട്. 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 തിരുവനന്തപുരത്ത് അങ്ങനെ ഞാൻ നിൽക്കാത്തതുകൊണ്ട് അസംബ്ലി സമയത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആൾക്കാരങ്ങനെ വരാറില്ല. അച്ഛനിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഒരേ ദിശയിലാണെങ്കിൽ പോലും ഈ നർമ്മബോധമാണ്. എന്താണ് വേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് വേണ്ടതെന്ന് പറയാൻ അപ്പോൾ തോന്നിയ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ടോ? അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ അല്ലേ നമുക്കൊരു എന്താ പറയുക, സീരിയസ് ആയിരുന്നാൽ ഈ സാധനം ഓടത്തില്ല. കാരണം നമ്മൾ 24 hours വർക്കാണ് ഇതിനകത്ത്. നമ്മൾ കൂടെയുള്ളവരടുത്തൊക്കെ തമാശ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകുന്നത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ അത് വന്നിരുന്നത്. എപ്പോഴെങ്കിലും സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇലക്ഷൻ നിൽക്കുന്ന, MLA ആവുന്ന, മന്ത്രിയാവുന്ന അങ്ങനെ ഒരു ഫേസ് സ്വപ്നത്തിലുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇപ്പോൾ ഒരു ഇലക്ഷൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതെ അതെ. ഞാൻ പ്രതീക്ഷിക്കാതെ MLA ആയ ഒരാളാണ്. ഞാൻ MLA ആവണമെന്ന് അങ്ങനെ താല്പര്യപ്പെട്ടിരുന്നുമില്ല. നമുക്ക് ഏതെങ്കിലും അവസരം കിട്ടും എന്നുള്ളതല്ലാതെ ഇന്നതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അവസരം എവിടെയായാലും കുഴപ്പമില്ല എന്നുള്ള തീരുമാനത്തിൽ വരും.